ഏതായാലും ഞാൻ ചാകര വരെ പോയതല്ലേ, എന്നാൽ പിന്നെ ഞാനെടുത്ത മീൻ വെട്ടുന്നത് കൂടി നിങ്ങളെ കാണിച്ചേക്കാമെന്ന് ഓർത്തു. നിങ്ങൾക്ക് ഈ മീനിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എന്നാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം തന്നെ അവൻ്റെ വായുടെ അറ്റം ഭാഗമാണ് കട്ട് ചെയ്തത്. ചിറക് കട്ട് ചെയ്യാൻ നേരത്ത് കുത്തി നിർത്തുമ്പോൾ ബാലൻസ് കിട്ടാനാണ് ഫസ്റ്റ് തന്നെ വായുടെ അറ്റം ഭാഗം കട്ട് ചെയ്യുന്നത്. പിന്നീട് അവൻ്റെ തൊലിയൊക്കെ ചീകി മിനുക്കി നല്ല വൃത്തിയാക്കി. ഒരു ചെതുമ്പൽ തന്നെ നല്ല മുഴുപ്പുണ്ടായിരുന്നു. പിന്നീട് അവൻ്റെ വായിലുള്ള വേസ്റ്റൊക്കെ കളഞ്ഞ് തല കട്ട് ചെയ്ത് മാറ്റിയേ. ഞാൻ ആവശ്യപ്പെട്ടത് കറി വെക്കുന്ന പീസും ഫ്രൈ ചെയ്യുന്ന പീസുമാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഇപ്പം മുറിച്ചുകൊണ്ടിരിക്കുന്നത് കറി വെക്കുന്ന പീസാണ്. കറി വെക്കുന്ന പീസ് ഒരുവിധം അത്യാവശ്യം നമുക്ക് കറി വെക്കാനുള്ളത് കിട്ടും. പിന്നീട് മുറിക്കുന്നത് വാലിൻ്റെ ഭാഗം പൊരിക്കാൻ പറ്റുന്ന രീതിക്കാണ് അവർ മുറിക്കുന്നത്. നല്ല റൗണ്ട് ഷേപ്പിനാണ് ഇത് മുറിക്കുന്നത്. മീനിൻ്റെ വലിപ്പം അനുസരിച്ചാണ് പീസിൻ്റെ എണ്ണം കൂടുന്നത്. ഞാൻ അത്യാവശ്യം മുഴുപ്പുള്ള മീൻ എടുത്തത് കാരണം എനിക്ക് കുറഞ്ഞത് 12 പീസോളം കിട്ടിയേ. ലാസ്റ്റ് വരുന്ന ഒരു പീസ് അവർ നമുക്ക് കറി പീസിൻ്റെ കൂടെ ഇടുവേ. ഇങ്ങനെയാണ് ഫ്രൈ പീസിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നീട് അവർ തലയും കട്ട് ചെയ്ത് എനിക്കുള്ള കവറും പാക്കാക്കിയേ. പിന്നെ ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ ഏത് മീനാണ് നെക്സ്റ്റ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരയ്ക്കും. ബായ്.